ഈ യുവ കർഷകൻ്റെ കൃഷിത്തോട്ടത്തിലൂടെ നമുക്കൊരു 2 മിനിറ്റ് നേരം നടക്കാം. ഇത് പയറാണ്. ഇതെന്ത് കൃഷിയാണിത്? ഇത് വാഴ. ഇത് വെണ്ടയല്ലേ? വെണ്ടയാണ്. ഇത് കുഴിച്ചു വച്ചിരുന്നാളെയാണ്. ഇതിപ്പോൾ തന്നെ കുഴിച്ചു കഴിഞ്ഞാൽ നാളെ കുഴിച്ചാണ്. ഈ വെണ്ടയിൽ കുറച്ച് കായകളൊക്കെ ഉണ്ട് അല്ലേ? ഇത് പയർ കൃഷിയാണോ? ഇത് കോവലല്ലേ? അതെ അതെ. ഈ കോവൽ കൃഷി എന്ന് നട്ടതാണ്? ഇത് കോവയ്ക്ക കൃഷിയാണ്. ഇത് കോവയ്ക്ക ഇന്ന് വന്നപ്പോൾ കോവയ്ക്കയുടെ കഴിക്കുന്ന എടുത്തുകൊണ്ട് കഴിക്കുമ്പോൾ മനുഷ്യന്മാര് വീഴുമ്പോഴാണ് എല്ലാവരും കഴിക്കുന്നത്. ഓ ശരി ശരി. ഇതിനകത്ത് വെണ്ടയും വാഴയും ഇഞ്ചിയൊക്കെ എല്ലാ കൃഷികളും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ശരി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ചെറിയ കർഷകൻ്റെ വലിയൊരു സംരംഭം തന്നെ പറയാം. ഈ കർഷകൻ്റെ കൃഷിയാണ് ഈ കാണുന്നത്. നമ്മുടെ ബാംഗ്ലൂർ തക്കാളി കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കാണുന്നുണ്ടായിരിക്കും. നോക്കൂ, ഈ കർഷകൻ്റെ മിടുക്കുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇതെങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാമോ? നമ്മളിവിടെ ഒരു കൊതി ഉണ്ടാക്കും. പിന്നെ ഇവിടെ ഒരു വലിയ വാരിയില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയത് അവിടെ തേന് പോലും. പിന്നെ വളർന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഇത് എത്ര മാസം കൊണ്ടാണ് ഈ തക്കാളി കൃഷി റെഡിയാക്കി ഈ തക്കാളി ഇങ്ങനെ കിളുത്ത് വരുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? അത് കൊഴിക്കാതെ ഇങ്ങനെ കുഴിച്ചു വെക്കും. പിന്നെ അത് ഇങ്ങനെ കമ്പ് വെച്ചത് തന്നെ വളരും. ആ വാഴ അതിലിങ്ങനെ തന്നെ വളരുമ്പോൾ ഈ തക്കാളി കൃഷി, ഈ തക്കാളിയുടെ കാര്യം ഞാൻ ചോദിച്ചത്. അത് പഴുത്ത തക്കാളിയാണോ? ആ പഴുത്ത തക്കാളി വേഗം വളരും. ഇതിലെ കമ്പൊക്കെ വെച്ച് വേഗം വളരുന്നതാണ് തക്കാളി. പഴുത്ത തക്കാളി ആരെങ്കിലും കഴിച്ചാൽ അത് പുളി കഴിക്കും. അത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ്. പേരക്കയും തക്കാളിയും എല്ലാം കഴിക്കുന്നതാണ്. സവോളയും എല്ലാം കഴിക്കുന്നില്ല. സവോള കഴിക്കാത്തതാണ്. തക്കാളിയൊക്കെ കഴിക്കും. പിന്നെ ബീറ്റ്റൂട്ട് കഴിക്കുന്നതാണ്. ക്യാരറ്റും കഴിക്കുന്നതാണ്. എല്ലാം കഴിക്കുന്ന ഫ്രൂട്ട്. ഈ എത്ര നാളുകൊണ്ടാണ് ഈ തക്കാളി കൃഷി ഇത്രയാക്കി വെച്ചോന്ന് പറഞ്ഞു തരാമോ? അത് നാളെ ഞങ്ങൾ കൃഷിക്കാർ ഈ വീടുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ കൃഷിയിൽ ഇതൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് നാളെ ഞങ്ങളിത് വാഴ ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ അത് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയും. തന്നെ വന്നിട്ട് അതിൽ മുഴുവൻ ചെടികൾ വന്നത് തക്കാളിയും വാഴയും. ഓക്കെ ഓക്കെ കൂട്ടരെ, നമ്മൾ ഈ യുവ കർഷകൻ്റെ കൃഷിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ക്യാമറമാൻ ബിനോയോടൊപ്പം യുവ കർഷകൻ ഭരത്.